ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഷവർമ റെസിപ്പിയുമായിട്ടാണ്. ഡൈനാമൈറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡൈനാമൈറ്റ് ചിക്കനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ, അപ്പം ആ ഒരു ടേസ്റ്റിലുള്ള ഷവർമയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഷവർമയൊക്കെ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡൈനാമൈറ്റ് ഷവർമ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ പീസസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ഉണ്ടാവും ഈ ചിക്കൻ പീസസ്. ഞാൻ നോർമൽ ചിക്കൻ്റെ ഇറച്ചി മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തതാട്ടോ അത്. അപ്പോൾ എല്ല് വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കുന്നതും കാണിക്കാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം സോയ സോസും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഫസ്റ്റത്തെ മാരിനേഷൻ ഇതാണ്. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിക്കനിൽ ഒരുപാട് വെള്ളം വരും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷൻ ചെയ്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ ഡൈനാമൈറ്റ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മുട്ട വേറെ സെപ്പറേറ്റ് ബോളിലിടും, അതുപോലെ പൊടികളൊക്കെ വേറെ സെപ്പറേറ്റ് ബോളിലിടും. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്, എന്നാലേ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുട്ട അതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇത് അതുപോലെ കുറച്ച് ഒരു ലൂസായിട്ടുള്ള മിക്സ് ആയിരിക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗാർലിക് പൗഡറും പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. ഉപ്പ് ഒരുപാടാവണ്ട, ചിക്കനിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പം നല്ലൊരു തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ടിരിക്കണം. അതുപോലെ നിങ്ങൾക്കിത് കുഴയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായിട്ട് ആവരുത് കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ലൂസാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണ, എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം നല്ലൊരു നല്ല വൃത്തിയിൽ നമുക്ക് ചിക്കൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടും. പിന്നെ കണ്ടോ, ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, എന്നാലും ആവശ്യത്തിലുള്ള എണ്ണ വേണം കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇതുപോലെ ഓരോ പീസും എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കട്ട പിടിച്ചിട്ട് നമുക്ക് കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഓരോ പീസും എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശം ഒന്ന് ഗോൾഡൻ ആവണ്ട, ഒരു നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ വല്ലാണ്ട് ഡാർക്കാക്കി എടുക്കണം കേട്ടോ നമ്മുടെ ചിക്കന്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കുത്തി കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കോട്ടിങ് നഷ്ടപ്പെടും. ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം പലരും പറയാറുണ്ട് ഇങ്ങനെ അത് നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്, ഇത്രയും ഡാർക്ക് ആക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് നമുക്ക് നല്ല കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡൈനാമൈറ്റ് ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഡിഷാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് നമ്മളിപ്പം ഈ ഒരു ഡൈനാമൈറ്റ് ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം, ഇത് 3ഉം നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇത് നേരിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒന്നാണ്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ, 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള പാൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് എണ്ണ ഒഴിവാക്കിയിട്ട് കുറച്ച് എണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ എണ്ണയിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വെജിറ്റബിൾസ് കുക്കാവാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി, ഒന്നും ഇങ്ങോട്ട് ഒരു പച്ചച്ചോവ മാറാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഇനി നമുക്കിതിലോട്ടുള്ള നമ്മുടെ ഡൈനാമൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ മയണൈസ് ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂണ് മയണൈസിലായിട്ട് ഒരു ടീസ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചില്ലി സോസ് റെഡിമെയ്ഡ് ആണെങ്കിൽ അതെടുക്കുക, പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ
വീട്ടിലുണ്ടാക്കുന്ന എടുക്കുക. ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം 3 സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു സോസിലോട്ട് വേണ്ടത്. ഈ ഡൈനാമിക് സോസിലോട്ട് മയണൈസും ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോസാണ് നമ്മുടെ ഡൈനാമിക് സോസ് കേട്ടോ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതലോ കുറവോ എന്താ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ് ടേസ്റ്റൊക്കെ. ഇനി ഞാനിത് ചപ്പാത്തിയിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പീത്ത ബ്രെഡ് എടുക്കാം കേട്ടോ. നമ്മുടെ ഷവർമ ഉണ്ടാക്കുന്ന ബ്രെഡ് അതെടുക്കുക. അതായത് കുബൂസിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്കിത് റോൾ ചെയ്തെടുക്കുക. ചപ്പാത്തി ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തിട്ട് നമ്മുടെ ഈ ഡൈനാമിക് സോസ് ആദ്യം സ്പ്രെഡ് ചെയ്യുക. പിന്നെ ചിക്കന് വെച്ച് കൊടുക്കുക. ചിക്കന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈനാമിക് സോസിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് മുകളിൽ വീണ്ടും ഞാൻ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഡൈനാമിക് സോസിൽ നമുക്ക് ചേർക്കാനുള്ള റെഡ് ചില്ലി സോസാണ് കേട്ടോ, സാധാ ഗ്രീൻ ചില്ലി സോസ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. റെഡ് കളറുള്ള സോസ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് വെജിറ്റബിൾസ് സോട്ട് ചെയ്തത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡൈനാമിക് ഷവർമ റെഡിയായി. അപ്പോൾ ഷവർമ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ പിത്ത ബ്രെഡിലാണ് നമ്മൾ ശരിക്കും ഷവർമ റോൾ ചെയ്തെടുക്കേണ്ടത്. ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തി സൈഡ് നോക്കിയപ്പോൾ ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പം പക്ഷേ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഡൈനാമിക് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷവർമ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഷവർമയുടെ സോസ് തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഷവർമയുടെ സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് നോർമൽ ഷവർമയാണ് ഇതിന് പകരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. നമ്മുടെ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അതുപോലെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനാമിക് ഷവർമ. ഒരുപാട് ഷവർമയുടെ റെസിപ്പീസ് ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം. എല്ലാം അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം ഷവർമ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോന്നും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മൊത്തം ചിക്കനിൽ നിന്നാണ് ഈ എല്ല് ഒഴിവാക്കിയിട്ട് ഇറച്ചി പീസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എല്ല് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇറച്ചി പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത് ഈ തലയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കുറേ ഇറച്ചിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആ എല്ല് പീസ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതിയും, പിന്നെ വെളുത്തുള്ളി, പിന്നെ പട്ട, പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയിട്ട് എല്ലാം കൂടി. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം ഇതുപോലെ അത് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രേ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്, ഒരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം തിളച്ച് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റിന് മുകളിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താലോ, ഉടയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു മാക്സിമം നിങ്ങളൊരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തോളൂ, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പിനുള്ള ഒരു നമ്മുടെ സ്റ്റോക്ക് റെഡിയായി, ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് പറഞ്ഞല്ലോ നേരത്തെ, നോർമൽ ഷവർമ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചിക്കൻ്റെ ഇറച്ചി പീസും പിന്നെ അതിൽ കൂടെ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം കൂടി പേസ്റ്റ് ആക്കിയതാണ്. അപ്പം ഇതും കുറേ തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റെസിപ്പി. ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇവിടെ പിന്നെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇക്കാക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പ് അതിലോട്ട് പോകാം ഒന്നുകൂടെ. അപ്പോൾ ഇതാ സൂപ്പിൻ്റെ വെള്ളം, ആ സ്റ്റോക്ക് മാത്രം എടുക്കുവാണ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട്. എന്നിട്ട് ഇനി വേറൊരു പണിയും കൂടിയുണ്ട്. നമ്മൾ ചിക്കനെ വേവിച്ചല്ലോ, ഈ എല്ലിൻ്റെ പീസൊക്കെ, അതിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ പിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒലിവ് ഓയിൽ ചേർത്തിട്ട്, പിന്നെ വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും, പിന്നെ നമ്മുടെ ഈ സ്റ്റോക്കും അതിൻ്റെ കൂടെ ചിക്കൻ്റെ പീസസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തോട്ടെ. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡിയായി. ഇതൊന്ന് കുക്ക് ആയിക്കോട്ടെ, ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.
പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.